ഇപ്പം ദേ അവിടെ നല്ല മനോഹരമായിട്ട് നമ്മുടെ ആകാശം കാണാം. അതുപോലെ തന്നെ അവിടെ മലയുണ്ടല്ലോ, മലകളുണ്ട്, ഒത്തിരി മലകളുണ്ട്. ആ മലകൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇരിക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ബാനാസുര ഡാം വയനാടാണ് കേട്ടോ. അപ്പോൾ പുറയിൽ കാണുന്നതാണ് ബാനാസുര ഡാം. അപ്പം ഇവിടേക്ക് നമുക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മൾ പാസ് എടുക്കുന്നത്. മുതിർന്നവർക്ക് 40 രൂപയാണ് കേട്ടോ, കുട്ടികൾക്ക് 20 രൂപയും. അപ്പം ഇതുവഴി നമുക്ക് അകത്തോട്ട് കയറാം കേട്ടോ. ഇവിടെ നമ്മുടെ ബാഗ് വെക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഫ്രീ ആയിട്ട് ഇവിടെ നമുക്ക് ബാഗ് വെക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ലഗേജ് ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗേറ്റിനുള്ളിലൂടെയാണ് നമ്മളിത് അകത്തോട്ട് കിടക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് അകത്തോട്ട് കിടന്നിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. നമുക്ക് പോയിട്ട് നോക്കാം ഇവിടെ എന്താണ് സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ള. ഡാം കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ സംശയം പറഞ്ഞത് കേട്ടോ. കുറേ നടക്കാനുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നു. നമുക്ക് അവരുടെ പുറകെ നടന്ന് അങ്ങോട്ട് പോകാം. കുറച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ കണ്ടോ മനോഹരമായിട്ടൊരു കാഴ്ച കാണാം. സോളാർ പാനലുകളാണ് കേട്ടോ. ഏറ്റവും മണ്ടയിൽ കറുത്ത് കാണുന്ന സംഭവം, ആ പന്തൽ പോലെ കാണുന്ന സാധനം സോളാർ പാനലാണ് കണ്ടോ. സോളാർ പാനലുകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് ഇതുവഴി നടന്ന് ഇങ്ങനെ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുന്നത്. കല്ലൊക്കെ ചരിച്ചടുക്കിയിട്ടാണ് ഈ ഒരു നിർമ്മിച്ചിരിക്കുന്നത്. അതിനെ മണ്ട നിറച്ച് ഇവിടെ നിന്നാൽ കാണത്തില്ല, നല്ല രീതിയിൽ പുല്ലൊക്കെ പിടിച്ച് കിടക്കണം. നല്ല പച്ചപ്പിൻ്റെ ഒരു മനോഹാരിത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് പാർക്കാണ് കേട്ടോ. ഈ കാണുന്ന അവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള കുറേ റൈഡുകൾ കാര്യങ്ങൾക്കൊക്കെ ഉള്ള പാർക്കൊക്കെയാണ്. നമുക്ക് ദൂരം കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. നടന്നെത്തേണ്ടത് അവിടെയാണ്. അവിടെ നിന്നാണ് പിന്നെ മുകളിലോട്ട് കണ്ടാണ്ടോ. പൊന്നേ എന്ത് നടക്കാനുണ്ട്. ഏതാണ്ട് 1/2 കിലോമീറ്ററോളം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് നടക്കുമ്പോൾ ആ മുൻവശത്ത് ആ മല കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. ആ ഒരു മല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ. ഇപ്പം വയനാടിൻ്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വന്നപ്പം തൊട്ടുള്ള കാലാവസ്ഥ നല്ല ചൂടുണ്ട്, അതുപോലെ നല്ല തണുപ്പുമാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. നല്ല രസമാണ്. നമുക്ക് എത്ര നേരം ഇങ്ങനെ വെയിൽ കൊണ്ട് നടന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ശരീരത്തോട്ട് വരുന്ന കാറ്റ് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാറ്റാണ്. ഈ ഒരു ഭാഗം ചതുപ്പ് പ്രദേശമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ചതുപ്പ് കണ്ടം പോലത്തെ സ്ഥലമാണ് ഈ ഒരു സ്ഥലം. അയ്യവ അങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ട നല്ല പച്ചപ്പിൻ്റെ മനോഹാരിത കിടക്കുന്നത്. ഇനി അങ്ങ് കാണുന്ന അവിടം വരെ നമ്മൾ നടക്കണം കേട്ടോ. നടന്നാലാണ് എത്തുന്നത്. ഇവിടെ വെള്ളം പറഞ്ഞിട്ടൊരു ചപ്പാത്ത് പോലെ സംഭവം ഉണ്ട് കണ്ടോ. ചപ്പാത്ത് പോലൊരു സംഭവം ദേ ഒരു സൈഡിൽ ഇങ്ങനെയുണ്ട് കണ്ടോ. ഇതിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു വെയിറ്റ് ചെയ്തിരിക്കാൻ അവിടെ ഇരുന്ന് കാഴ്ച കാണാനുള്ളൊരു ഷെഡാണ്. പക്ഷേ അതിൻ്റെ അവസ്ഥ കണ്ടോ, മൊത്തം പൊളിഞ്ഞു പോയി. കണ്ടേ കണ്ടില്ല, നശിച്ചു പോയി. അവസാനം എന്ത് നടന്ന് സ്റ്റെപ്പിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വൈബാണ്. ഇങ്ങോട്ട് നോക്കി, നമ്മൾ അവിടെ നിന്ന് കണ്ട ആ ഒരു പച്ചപ്പിൻ്റെ മനോഹാരിത. ഇച്ചിരൂടെ ഞാൻ മുന്നോട്ട് നടക്കാം, നടന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നോക്കിക്കോണം, ഇപ്പോഴും കാണത്തില്ല കേട്ടോ. കുറച്ചുകൂടെ കയറട്ടെ, ഞാൻ ആ സ്റ്റെപ്പ് കുറച്ച് കയറിയിട്ട് കാണിച്ചു തരാം. എന്നാലേ അതിൻ്റെ ശരിക്കും ഒരു വൈബ് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. കണ്ടോണേ, കണ്ടോ ഇങ്ങനെ പച്ചപ്പ് കിടക്കുന്നുണ്ടോ. ഇത് ഞാൻ മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഈ സ്റ്റെപ്പ് മുകളിലോട്ട് കയറി ചെന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ നിന്നിട്ട് കാണിച്ചു തരാം. അപ്പം മനസ്സിലാവും. ഈ സ്റ്റെപ്പ് ഞാൻ കുറച്ചൊന്ന് കയറട്ടെ. ഞാൻ ഏറ്റവും മുകളിൽ ഏകദേശം എത്താറായി. ഇനി ഞാൻ ഈ വ്യൂ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ വന്ന വൈബ നോക്കി, മനോഹരമായിട്ട് കിടക്കുന്നുണ്ടോ കാഴ്ചയായിട്ട്. രസമല്ലേ. താഴെ നിന്ന് നോക്കുന്നതിനെക്കാട്ടും അടിപൊളി ഇതേ ഇവിടെ നിന്നിട്ട് ഈ ഒരു കാഴ്ച കാണുന്ന കേട്ടോ. ഞാൻ മുകളിലോട്ട് നടക്കട്ടെ. ഇനി ഈ കാണുന്ന ഇത്രയും നടന്ന് മുകളിലേക്ക് കയറണം. ഞാൻ ആദ്യം അത്രയും നടന്ന് കയറിയിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ അവസാനം ഞാൻ ഇത് ഏറ്റവും മുകളിലോട്ട് എത്തുകയാണ് കേട്ടോ. ഏറ്റവും മുകളിലെത്തി.
അങ്ങോട്ട് പോയാൽ വലിയൊരു മല കാണാം. ഇപ്പം ഞാൻ ഡാമിൻ്റെ ഏറ്റവും മുകളിൽ വന്നു കേട്ടോ. കാണുന്ന എല്ലാം ഡാമാണ്. ആ ഭാഗം കാണുന്ന വനമാണ്. ഈ കാണുന്നതെല്ലാം ആൾക്കാർ താമസിക്കുന്ന പ്രദേശമാണ് കേട്ടോ. ആ അപ്പുറത്ത് മീൻ വളർത്തുന്നുണ്ട്. അതായത് സർക്കാർ തന്നെ ഡാമിൽ മീനെ വളർത്തുന്നുണ്ട്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ സൈഡിൽ 2 സൈഡിലും വ്യൂ ആണ് കേട്ടോ. ആ സൈഡിലോട്ട് നോക്കുമ്പോൾ കണ്ടില്ല പച്ചപ്പ് ഇങ്ങനെ ഡാമിൻ്റെ അതേ ആകൃതിയിൽ, ഡാം എങ്ങനെയാണോ നിൽക്കുന്നത് ആ ആകൃതിയിൽ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അത് മണ്ണൊക്കെ ഇട്ട് കല്ല് പാകി ഏറ്റവും താഴെ ഞാൻ കാണിച്ചില്ല, കല്ല് പാകി അതിൻ്റെ കൊണ്ടയിൽ മണ്ണ് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അവിടെ പച്ചപ്പുണ്ട്. അതാണ് ഈ ഒരു സൈഡിൽ നമുക്ക് ഈ മലയും ഡാമും ഒക്കെ കണ്ട് ഇത് ഇങ്ങനെ നടക്കാം. നല്ല ഇപ്പം ഉച്ച കഴിഞ്ഞൊരു 3 മണി 4 മണി സമയമായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. അല്ലെങ്കിലും ഇപ്പം വയനാട് എത്തിക്കഴിഞ്ഞപ്പോൾ വയനാടിൻ്റെ ക്ലൈമറ്റ് എനിക്ക് മുമ്പേ പറഞ്ഞല്ലോ, വെയിലുണ്ട് എങ്കിലും നല്ല തണുത്ത കാറ്റടിക്കുന്നൊരു സമയം. തണുപ്പ് ഏറ്റവും കൂടുതൽ തുടങ്ങുന്നൊരു സമയം വയനാട്ടിൽ ഇപ്പോഴാണ്. അപ്പോൾ ആ കാറ്റും ഈ ചൂടും ഈ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് നടക്കാനായിട്ട് സാധിക്കുന്ന സമയമാണിപ്പം. അപ്പോൾ ഈ മലയുടെ കണ്ടോ അങ്ങേ ഭാഗത്ത് നല്ല മലയാണ്. അവിടെ മണ്ണൊക്കെ ഒത്തിരി ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ നിന്ന് കേട്ടോ. എനിക്ക് നന്നായിട്ട് കാണാം, പക്ഷേ ക്യാമറയിലൂടെ അത്ര ക്ലാരിറ്റിയിൽ കാണാമോ എന്ന് സംശയമാണ്. അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇതുവഴി ഈ ഡാമിൻ്റെ മുകളിലൂടെ നമുക്കിങ്ങനെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ആ കാണുന്ന വഴി കൂടെയാണ് ഞാൻ നടന്ന് ഇങ്ങനെ വന്നത്. അവിടെ കണ്ടോ, ആ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇത്രയും ഞാനിവിടെ നടന്നെത്തിയത്. ഡാമിൻ്റെ ഈ പച്ചപ്പുണ്ട്, ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇത് കാടൊന്നുമില്ല, നല്ല പച്ചപ്പ് പുല്ല് മാത്രമേ ഉള്ളൂ. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ബോട്ടിംഗ് ഉണ്ട്, ഡാമിനകത്ത് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ആ ബോട്ടിംഗ് ആണ് ഈ കാണുന്നത്. അയ്യോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാണാം നോക്കിയാണ്ടോ, സ്പീഡ് ബോട്ട് അവിടെ ബോട്ടിങ് നടത്തുന്നുണ്ട്. സ്പീഡ് ബോട്ടിൽ അവിടെ ബോട്ടിങ് നടത്തുന്നുണ്ട്. പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് പറ്റി കണ്ടോ. ആൾക്കാരെ കൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഭാഗം കണ്ടോ, മൊത്തം കരിങ്കല്ല് ഇട്ട് സ്ലോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ. സ്ലോപ്പ് ചെയ്ത് അവിടം വരെയാണ് വെള്ളം. ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ വേറെ സാധനം കാണാൻ കണ്ടോ. സോളാർ പാനൽ വെച്ച് വൈദ്യുതി, അതായത് സൂര്യനിൽ നിന്നുള്ള സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആ കാണുന്ന സംഭവം. നമുക്കതും പോയി കണ്ടിട്ട് വരാം. വരുന്നവരെയും പോകുന്നവരെയും എല്ലാം നിരീക്ഷിക്കാനായിട്ട് 24 മണിക്കൂർ ഒരു പുള്ളി ഇവിടെ ഉണർന്നിരിപ്പുണ്ട്. ഞാനിവിടെ നടന്ന് അടുക്കാറായ സമയത്ത് നോക്കിയപ്പോൾ അവിടെ നല്ല മനോഹരമായിട്ട് നമ്മുടെ ആകാശം കാണാം. അതുപോലെ തന്നെ അവിടെ മലയുണ്ടല്ലോ, മലകളുണ്ട്, ഒത്തിരി മലകളുണ്ട്. ആ മലകൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നടന്നു വന്ന് ഞാൻ പറഞ്ഞ വഴിയാണ്. അവിടുത്തെ ആ കണ്ടം പോലെ കിടക്കുന്ന സ്ഥലമാണ് കാണുന്നത്. ഈ കാണുന്ന ആ ഒരു സ്ഥലമാണ്. ഒന്ന് നോക്കി, ഞാൻ നടന്നു വന്ന ദൂരമായി കാണുന്നുണ്ട്. ഇത്രയും ദൂരം ഞാൻ നടന്ന് ഇവിടെ വരെ എത്തിയത്. ഇച്ചിരി മുമ്പേ ഞാൻ പറഞ്ഞ സോളാർ പാനൽ സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇരിക്കാൻ കേട്ടോ. അപ്പം വെയിലൊന്നും അടിക്കത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അതോ കറണ്ടും വൈദ്യുതിയും കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് വെയിൽ കൊള്ളാതെ, അത്യാവശ്യം വെയിലൊക്കെ കൊള്ളാതെ ഇവിടെ ഇരിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളും നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ട് 2 കാര്യം 2 in 1 ഗുണമാണ് ഈ ഒരു സംഭവത്തിന് ഇവിടെ ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചൊരു കാര്യം കേട്ടോ. ഈ കണ്ടോ, ഈ കാണുന്ന സാധനം എന്നറിയോ, ഫ്ലോട്ടിംഗ് സോളാറാണ്. അതായത് വെള്ളത്തിന് മുകളിൽ സോളാർ പാനൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഈ ടോപ്പിൽ മാത്രമല്ല, ഈ കാണുന്ന ടോപ്പിലുള്ളത് മാത്രമല്ലാതെ കണ്ടോ, അതായത് ഡാമിനുള്ളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫ്ലോട്ടിംഗ് സോളാർ സിസ്റ്റമാണ് കാണുന്നുണ്ടോ. ഏറ്റവും പോയിട്ട് തിരിച്ച് നടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച കണ്ടോ. ഇതുകൊണ്ടോ
അങ്ങ് മണ്ടയിൽ കോട ഉയർന്ന് പൊങ്ങുവാണ്. ആകാശത്തിൽ മുട്ടിയിട്ടാണ് ആ മല നിൽക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ക്യാമറയോടെ നോക്കിയാൽ കാണാം. ഏറ്റവും മുകളിലാണ് ആ മല മുട്ടി നിൽക്കുന്ന പോലെ. കോടയും കൂടെ വന്നപ്പം ആകാശത്തിൽ മുട്ടി നിൽക്കുന്ന പോലെ മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. ഈ ഒരു സൈഡിലോട്ട് നോക്കി ഉണ്ടോ മല നിൽക്കുന്നുണ്ടോ, ഇന്ന ഭംഗിയെന്നറിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.